നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്നിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ലാലേട്ടനാണ് കേട്ടോ. നിങ്ങൾ തംബ്നെയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ഒരു തംബ്നെയിൽ എഴുതാനുള്ള റീസൺ എന്ന് പറഞ്ഞാലേ, ഈ ഒടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി നമ്മളാരും മറന്നിട്ടുണ്ടായിരിക്കില്ല. ലാലേട്ടൻ്റെ കരിയർ തന്നെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു തോന്നൽ പ്രകാരം ഒടിയന് മുന്നേയും ഒടിയന് ശേഷവും. കാരണം വെച്ചാൽ ഈ ഒടിയൻ എന്ന് പറഞ്ഞ മൂവി ചെറിയൊരു ഇമ്പാക്റ്റ് ഒന്നുമല്ല ലാലേട്ടൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിലും ഹെൽത്ത് എന്ന് വേണമെങ്കിൽ പറയാം, ഫിസിക്കൽ അപ്പിയറൻസിൽ വരുത്തിയിട്ടുള്ളത് അല്ലേ. ഏതൊരു ലാലേട്ടൻ ഫാനിനും സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ലാലേട്ടൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗം. ഓക്കെ, ആ ബൊട്ടോക്സ് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഈ ഫേസിൽ പിന്നെ ലാലേട്ടനെ നമ്മൾ താടിയില്ലാത്തൊരു ലാലേട്ടനായിട്ട് കണ്ടിട്ടില്ല. ഏതൊരു ലാലേട്ടൻ ഫാനാണെന്നുണ്ടെങ്കിലും താടിയില്ലാത്ത ലാലേട്ടനെ കാണാൻ അത്രയധികം ആഗ്രഹം ഉണ്ടാവും. ഇതൊക്കെ കൊളാക്കിയത് നമ്മൾ ഇവിടുന്ന് വായിച്ചതും എൻ്റെ ഒരു അറിവ് പ്രകാരം അത് ആ ഒരു ഒടിയൻ എന്നുള്ളൊരു മൂവിയാണ് അല്ലേ. ആ മൂവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പടം എന്നെ സംബന്ധിച്ച് ഞാൻ ഒടിയൻ കണ്ടപ്പോൾ എനിക്ക് അത്ര മോശം പടം എന്നായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഒടിയന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒടിയൻ അത്ര വലിയൊരു വിജയമായിരുന്നില്ല എന്ന് മാത്രമല്ല പരാജയമായെന്ന് വേണമെങ്കിൽ പറയാം. ഇത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഒടിയൻ മൂവീനെ ഈ ഒരു ഡിസാസ്ട്രസ് ടൈപ്പിലേക്ക് കൊണ്ടുപോയത് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീകുമാറാണ്. ശ്രീകുമാർ മേനോൻ അല്ലേ ഫുൾ നെയിം? യെസ്, VA ശ്രീകുമാർ. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പുള്ളിയെ ആരും മറക്കാൻ ചാൻസ് ഇല്ല. കാരണം അതുവരെ ആഡ് ഫിലിംസ് മാത്രം ഷൂട്ട് ചെയ്ത്, പരസ്യ ചിത്രങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തിരുന്നൊരു വ്യക്തി. ഐ തിങ്ക് ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു പുള്ളി സിനിമ ചെയ്യുന്നത് തന്നെ. എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ കറക്റ്റ് ചെയ്യണം. എൻ്റെ ഒരു ഓർമ്മ പ്രകാരം പുള്ളി അത് ഫസ്റ്റ് ടൈമാണ് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ വലിയൊരു കൈ ആ ഒരു ഡയറക്ഷനിൽ മാത്രമല്ല, ആ ഡയറക്ഷൻ കഴിഞ്ഞ് ആ പടം ഇറങ്ങുന്നതിന് മുന്നേ അത്രയ്ക്കും അധികം ഹൈപ്പാണ് ഇയാൾ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര തള്ളായിരുന്നു. അപ്പോൾ ഈ തള്ളി ഇത്രയധികം ഹൈപ്പ് കൊടുത്തിട്ട് ഒടിയൻ എന്ന മൂവീനെ അത്രയധികം ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്ത് നിന്നു. ഭയങ്കരമായിട്ട് നമ്മൾ ഇനി എക്സ്പെക്റ്റേഷൻ റെഡ്യൂസസ് ജോയ്സ് ഇൻ ലൈഫ് എന്ന് പറയില്ല, നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തു. ആ എക്സ്പെക്റ്റേഷൻ ആ പടം ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു എൻ്റെ മനസ്സ് ഇത് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ അഭിനയ ജീവിതത്തിൽ വളരെ ഒരു മോശം സമയം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഒന്ന് ലാലേട്ടൻ്റെ കേസ്, പിന്നെ രണ്ടാമത് ആ ഒരു മൂവിയുടെ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഈ വള്ളുവനാടൻ ഭാഗത്ത് ഒടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ക്യാരക്ടറല്ല, ഒരു മിത്താണ്. ഈ ഒടിയൻ എന്ന് പറഞ്ഞ മിത്തിനെ പോലും ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഇപ്പോൾ ഞാൻ മലപ്പുറം ഭാഗത്താണ്, അതായത് വള്ളുവനാടൻ ഭാഗത്തേക്കൊക്കെ, പാലക്കാടിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഒടിയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവിടെ അത്രയും പോപ്പുലറായിട്ടുള്ളൊരു മിത്താണ്. പോരാതിന് നല്ല ചെറിയ കുട്ടിയാകുമ്പോൾ ഒടിയനെക്കുറിച്ച് കേട്ട കഥകളിൽ നിന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്നൊരു ആ ഒരു രൂപം, ആ ഒരു കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഭയാനകമാണ്. ഈ ഒരു സംഗതിനെ കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് കോമഡി പീസാക്കി. അതായത് തലയിൽ കാളക്കൊമ്പൊക്കെ വെച്ച് കെട്ടി ഇതുപോലെ ആവണ രീതിയിലായിരുന്നില്ല ഒടിയൻ. ഞാനൊന്നും ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് ഞാൻ ഇന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഒരു 11 മണിക്കൂർ, ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്നൊരു 11 മണിക്കൂർ മുന്നേ VA ശ്രീകുമാർ, അതിൻ്റെ ഡയറക്ടർ, ഒടിയൻ്റെ ഡയറക്ടർ, പുള്ളിയുടെ അയാളുടെ ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് ലാലേട്ടനുണ്ടായിട്ടുള്ള അവസ്ഥയുടെ മുഖ്യ കാരണക്കാരൻ ഈ വ്യക്തിയാണെന്നുള്ള രീതിയിൽ സീരിയസ് ആയിട്ട് നല്ല രീതിയിലൊരു പ്രചാരണം നടക്കുന്നുണ്ട് ആൾക്കാരുടെ ഇടയിൽ. ഓക്കെ, ഇതും കൂടെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോസ്റ്റ് VA ശ്രീകുമാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ടു. മൈ നെക്സ്റ്റ് ഫിലിം വിത്ത് ഡിയർ ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ലവിൻ്റെ സിമ്പിൾ ഇട്ടിട്ടുണ്ട്. അതിൽ ലാലേട്ടൻ അങ്ങനെ കൈ കൂപ്പിയിട്ട് സറണ്ടറായി നിൽക്കുന്ന പോലെ, എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇനി നശിപ്പിക്കരുത്, എന്താ പറയുക, ഇങ്ങനെ സറണ്ടറായിട്ട് ഒരു ഹാൻഡ്സപ്പായിട്ട് നിൽക്കുന്ന ഒരു ലാലേട്ടൻ്റെ ഫോട്ടോ ഉണ്ട്. അതിൻ്റെ ബാക്കിലും ഇയാളിങ്ങനെ വി മസ്റ്റ് സപ്രസ് എന്നൊക്കെ പറഞ്ഞ പഴയ ലാലേട്ടൻ്റെ ഡയലോഗ് പോലെ ഏതോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കാണിച്ചിട്ടുള്ളത്. മൈ നെക്സ്റ്റ് ഫിലിം വിത്ത് ഡിയർ ലാലേട്ടൻ. ഇതിന്ന് എനിക്കും ഈ ഒരു പിക്ചർ കണ്ടിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും മനസ്സിലായത്, ലാലേട്ടൻ്റെ അടുത്ത മൂവി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇയാളാണെന്നുള്ളതാണ്. ഇതിന്ന് എനിക്കും മനസ്സിലാവുന്നത്, ഒരുപാട് പേർക്ക് ഇതിന്ന് മനസ്സിലാവുന്നത് കേട്ടോ. ഓക്കെ, ഇതുവരെ ആഡ് ഫിലിം ഷൂട്ട്സ് മാത്രമേ ഇയാളെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. ഒടിയന് ശേഷം ഇയാൾ യാതൊരു വിധ പിന്നെ എന്താ പറയുക പൊടി പോലും ഉണ്ടായിട്ടില്ല എന്നല്ല, ഇയാൾ മെയിനായിട്ട് എന്ത് ചെയ്തു ഈ സമയത്ത്, ഇഫ് മൈ മെമ്മറി ഈസ് റൈറ്റ്, അതായത് ഈ പടം പൊളിഞ്ഞതിൻ്റെ എല്ലാ റീസണും, ഇതിൻ്റെ കാരണം കംപ്ലീറ്റ് ഇയാൾ ഈ പ്രേക്ഷകരെ തലയിക്കിട്ടു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ആ പടത്തിൽ വർക്ക് ചെയ്ത ലാലേട്ടനെയും എല്ലാം കൂടി നല്ല രീതിയിൽ എയറിലേക്ക് വിടാനുള്ള ഒരു നല്ല കാരണം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്താ വെച്ചാൽ നമ്മളൊരു വളരെയധികം കടുത്ത ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് മാത്രം പറയുന്നത്. കാരണം വെച്ചാൽ ലാലേട്ടനെ താടി
ഇല്ലാതെ കാണാൻ അത്രയും ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ അടുത്ത് കുറച്ച് സ്പെക്കുലേഷൻസൊക്കെ വന്നിരുന്നു, ലാലേട്ടൻ അടുത്ത മൂവി വരുന്നത് താടി എടുത്തിട്ടാണെന്നൊക്കെ. കാരണം വെച്ചാൽ പുള്ളിയുടെ മുഖത്ത് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, കാരണം ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പഴയ വാനപ്രസ്ഥം, പഴയ സിനിമകളൊക്കെ എടുത്ത് ലാലേട്ടൻ്റെ മൂവീസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പുള്ളിയുടെ ഓരോ, ഇപ്പോൾ തമാശയ്ക്ക് പറയുമെങ്കിലും പെരുവരിൽ നഖം അഭിനയിക്കും, രോമം അഭിനയിക്കും എന്നൊക്കെ പറയുന്നത് അതൊക്കെ ആ ഒരു എക്സാജറേഷനിലല്ല, പുള്ളിയോടുള്ള ആ ഒരു ആരാധന കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിലും കൂടി സത്യമായിരുന്നു. കാരണം വെച്ചാൽ ലാലേട്ടൻ്റെ ഫേസ് എക്സ്പ്രഷൻസ് എനിക്കിപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്ന ആ ദശരഥമൊക്കെയാണ്, ആ ലാസ്റ്റ് ഡയലോഗൊക്കെ, ആ ചിരിയൊക്കെ, ഇതൊന്നും നമ്മൾ ഈ ഒരു ഒടിയതിന് ശേഷം ലാലേട്ടൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ചങ്ങാതിയുടെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 13,000 ആൾക്കാരാണ് ഈ ഒരു ഇതിന് റിയാക്ട് ചെയ്തിരിക്കുന്നത്. റിയാക്ട് ചെയ്തതിൽ ഏകദേശം ഞാൻ പറയാം ഒരു 10,000 ആൾക്കാരെടുത്ത് 10,000-ഓളം ആൾക്കാർ ഇതിനെ കോമഡി ആക്കിയിട്ടും ദേഷ്യം പിടിച്ചിട്ടും സങ്കടമായിട്ടൊക്കെയാണ് ഇതിനെ റിയാക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനടി ഇത് ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലുള്ള കമൻസ് ഓക്കെ, CID മൂസയിലെ സീനാണ് ഓർമ്മ വരുന്നത്. ലാലേട്ടൻ്റെ നോക്കി ശ്രീകുമാർ ആ ഡയലോഗ് ഉണ്ടല്ലോ, 2 പല്ല് കൂടി എടുക്കാമായിരുന്നു, ഇതിലും ഭേദം എൻ്റെ ശവം എടുക്കുന്നതല്ലേ സഹദേവ നോക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ആൾക്കാർ കമൻ്റായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, തെറിയും ചീത്തവും കുറ്റവും പറഞ്ഞവരെ കൊണ്ട് കൈയടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷേ മെയിനായിട്ടുള്ള ഇതിൽ വരുന്ന കമൻസ് കംപ്ലീറ്റ് ലാലേട്ടൻ്റെ മറ്റേ മീമുണ്ടല്ലോ, അതായത് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്, ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ കംപ്ലീറ്റ്. കാരണം ഇതും മാത്രമല്ല, പിന്നെ ഡോണ്ട് വറി ഇറ്റ്സ് ആൻ ആഡ് എന്ന് പറഞ്ഞിട്ട് സൗത്ത് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു ഫേസ്ബുക്ക് പേജിലൊക്കെ വന്നിട്ടുണ്ട്. അറിയില്ല, ഇത് ആഡ് ഷൂട്ടാണെന്ന് പല ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഇയാളതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് മൈ നെക്സ്റ്റ് ഫിലിം എന്നാണ്. ആഡ് ഷൂട്ട് ആയാൽ മതിയായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഞാൻ സീരിയസ്ലി അത്രയും ലാലേട്ടൻ്റെ പഴയ തിരിച്ചുവരവ് ലാലേട്ടൻ ഇങ്ങോട്ടും പോയിട്ടൊന്നുമല്ല കേട്ടോ. ലാലേട്ടൻ്റെ ആ ഒരു പഴയ ഫേഷ്യൽ എക്സ്പ്രഷൻസും താടിയില്ലാത്ത ലാലേട്ടനെ കാണാനും, എന്താ പറയുക, പഴയ ലാലേട്ടൻ ഇനി തിരിച്ചു വരില്ല, അത് ഒരു തെറ്റായതാണ്. പക്ഷെ എന്നാലും അതല്ല, നമുക്കെന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും എന്താ പറയുക, ആ ഒരു ഒടിയന് ശേഷം പുള്ളിക്ക് വന്നിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാവുന്ന ഒരാൾക്ക്, മനസ്സിലാവുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ എനിക്ക് ഈ ഒരു ചിത്രത്തിൽ ഇയാൾ പറയുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഈ അടുത്ത കമൻറ്റ് പോലെ എനിക്ക് തോന്നുന്നു, ഒരാളൊന്ന് കരയ്ക്ക് കയറുമ്പോഴേക്കും പിന്നെയും വലിച്ച് കുളത്തിലേക്ക് ഇട്ടോണം എന്നും പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഈ പഴയ ഫോട്ടോ, അതായത് ഈ ഒരു കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, കണ്ടോ നിങ്ങൾ ഈ കാണുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊന്നൊരു ലാലേട്ടൻ ഫാനിനും സീരിയസ്ലി മനസ്സിൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ആയിപ്പോയി. പിന്നെ ഇതാണ് ഓരോരുത്തരുടെ കമൻസ് ഇതാണ്. എന്തായാലും പ്രൊജക്റ്റ് സിനിമ ആണെങ്കിൽ ഉറപ്പായ നിലയ്ക്ക് ഒരു അപേക്ഷ ഉണ്ട്, ഒടിയൻ പോലെ തള്ളരുത്. ഒടിയൻ മോശമായിട്ടല്ല, പക്ഷേ നിങ്ങൾ തള്ളിയതിൻ്റെ പകുതി പോലും ഒടിയനിലില്ലായിരുന്നു. സത്യമാണ് കേട്ടോ, ആ ഒരു കാര്യം മാത്രമേ എനിക്കും പറയാനുള്ളൂ. തള്ളലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒടിയന് ഈ ഒരു കാര്യം സംഭവിച്ചത്. പക്ഷേ ലാലേട്ടൻ്റെ കാര്യത്തിൽ ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ലാലേട്ടനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു കാര്യം വെച്ചാണ് ഈ ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ള അറിയില്ല. ചങ്ങാതിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ട് മൈ നെക്സ്റ്റ് ഫിലിം അല്ലേ, മൈ നെക്സ്റ്റ് ഫിലിം വിത്ത് ഡിയർ ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലവിൻ്റെ സിമ്പലും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ലാലേട്ടൻ്റെ നല്ല നല്ല സിനിമകൾ കാണാൻ ആഗ്രഹമുള്ള ലാലേട്ടൻ്റെ കടുത്ത ആരാധകനാണ്. ഉപദ്രവിക്കരുത് ദയവ് ചെയ്തിട്ട്.